ഒടുവിൽ അത് സംഭവിച്ചു. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സാവി ഹെർണാണ്ടസിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. സാവിയുടെ സേവനം സീസണോട് അവസാനിപ്പിക്കുന്നതായി ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ടയാണ് പ്രഖ്യാപിച്ചത്. ജനുവരിയിൽ തന്നെ പരിശീലക സ്ഥാനം ഒഴിയുമെന്ന് സാവി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലപ്പോർട്ടയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം മാറ്റി ക്ലബ്ബിൽ തുടരാമെന്ന് അറിയിക്കുകയും ചെയ്തു. 2025 ജൂൺ വരെ ബാഴ്സലോണയ്ക്കൊപ്പം തുടരാമെന്ന് പ്രഖ്യാപിച്ച് കൃത്യം ഒരു മാസത്തിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ക്യാമ്പ് നൗവിൽ നിന്നുള്ള പടിയിറക്കം. 2021 നവംബറിലാണ് സാവി ബാഴ്സയുടെ പരിശീലക സ്ഥാനത്തെത്തുന്നത്. 2022-23 സീസണിൽ ബാഴ്സയെ ലാലിഗ ജേതാക്കളാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സാവിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ പലവിധ കാരണങ്ങളുണ്ട്. ക്ലബിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് സാവി നടത്തിയ പരസ്യ പ്രസ്താവനയാണ് ഇതിലൊന്ന്. സാമ്പത്തികമായി തകർന്ന ബാഴ്സയ്ക്ക് ലീഗിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡ്, യൂറോപ്പിലെ മറ്റ് മുൻനിര ക്ലബ്ബുകൾ എന്നിവരുമായി മത്സരിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്നും പുതിയ താരങ്ങളുമായി കരാറിലെത്തണമെന്നും സാവി പരസ്യമായി പ്രസ്താവന നടത്തിയിരുന്നു. ഇത് ബാഴ്സ മാനേജ്മെന്റും സാവിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ആഴ്ചകൾക്ക് മുമ്പ് ക്ലബ്ബിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ഒരു പരിശീലകൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് വഞ്ചനയാണെന്ന നിലപാടിലായിരുന്നു ക്ലബ് പ്രസിഡന്റ് ലപ്പോർട്ടയ്ക്ക്. ക്ലബ്ബിലെ സുപ്രധാന താരങ്ങളെ ബെഞ്ചിലിരുത്തിയുള്ള സാവിയുടെ പരീക്ഷണങ്ങൾ ടീമിന് തിരിച്ചടിയായെന്ന് വിലയിരുത്തലും ക്ലബ്ബിനുണ്ട്. ലപ്പോർട്ടയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിരുന്നു ഈ തീരുമാനങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട്. സാവിയുടെ പരീക്ഷണങ്ങൾ താരങ്ങളിലും അതൃപ്തിക്ക് കാരണമായി. റോബർട്ട് ലെവൻഡോസ്കി, റൊണാൾഡോ അറൗഹോ, യൂൾസ് കോണ്ടെ എന്നിവർ ഉൾപ്പെടെയുള്ള ഏതാനും താരങ്ങൾക്ക് സാവിയുടെ പരിശീലന രീതികളിൽ കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇത് ലീഗിൽ അവസാന ഘട്ടത്തിൽ ടീമിന് തിരിച്ചടിയായെന്നും വിലയിരുത്തുന്നു. പ്രശ്നപരിഹാരത്തിനായി താരങ്ങൾ സാവിയെ നേരിട്ട് സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സാവിയുടെ തന്ത്രങ്ങൾ നിർണായക മത്സരങ്ങളിൽ തിരിച്ചടിയായെന്നും അത് ടീമിനെ പരാജയത്തിലേക്ക് നയിച്ചതായും പറയുന്നു. സീസണിലുടനീളം ടീമിന് സ്ഥിരതയുള്ള പ്രകടനം നടത്താനായില്ല. പ്രതിരോധത്തിലെ തന്ത്രങ്ങൾ പാടിയത് എതിരാളികൾക്ക് പലപ്പോഴും കടന്നു കയറാൻ അവസരമൊരുക്കി. സീസണിലുടനീളം ബാഴ്സലോണയെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സാവി പരാജയപ്പെട്ടു. ഇതോടെ സാവിയുടെ പുറത്താകൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി തീർന്നെന്നും ചൂണ്ടിക്കാട്ടുന്നു. ബയൺ മ്യൂണിക്കിന്റെ മുൻ കോച്ച് ഹാൻസി ഫ്ലിക്കാണ് സാവിക്ക് പകരം ബാഴ്സയുടെ പുതിയ പരിശീലകനായി ചുമതലയേൽക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.